ഇന്നത്തെ വീഡിയോയിൽ ഒരു ഫോട്ടോ എങ്ങനെ ഇതുപോലെ ഗ്ലിച്ച് എഫക്റ്റ് ആക്കി മാറ്റാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഒട്ടും താമസിക്കാതെ നമുക്ക് ഫോട്ടോഷോപ്പിലേക്ക് പോകാം. ആദ്യമായിട്ട് ഞാനിവിടെ ഒരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 1080 വിഡ്ത്തും 1350 ഹൈറ്റും ഉള്ള ഒരു ക്യാൻവാസ് ആണ്. അതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രേ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു എലോൺ മസ്കിന്റെ PNG ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഈ എലോൺ മസ്കിന്റെ ലെയർ ക്ലിക്ക് ചെയ്തിട്ട് 2 പ്രാവശ്യം കൺട്രോൾ ജെ അടിക്കുക. 2 പ്രാവശ്യം കൺട്രോൾ ജെ അടിച്ചപ്പോൾ നമുക്ക് അതിന്റെ 2 കോപ്പി കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ കോപ്പിയിൽ ക്ലിക്ക് ചെയ്തിട്ട് ലെയറിന്റെ ഈ സൈഡിൽ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ലെയർ സ്റ്റൈൽ ഓപ്ഷൻ ഓപ്പൺ ആവുന്നതാണ്. ഇതിനകത്ത് ചാനൽസിനകത്ത് ഗ്രീനും ബ്ലൂവും അൺടിക്ക് ചെയ്ത് കൊടുക്കുക, ഓക്കെ അടിക്കുക. എന്നിട്ട് ജസ്റ്റ് ആ ലെയർ ഒന്ന് ലെഫ്റ്റിലേക്ക് നീക്കി കൊടുക്കുക. എന്നിട്ട് അടുത്ത കോപ്പി ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ ബ്ലെൻഡിങ് ഓപ്ഷനിൽ പോയിട്ട് റെഡും ഗ്രീനും അൺടിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്രാവശ്യം റൈറ്റിലേക്ക് ഒന്ന് നീക്കി കൊടുക്കുക. ഓക്കെ, ഇപ്പൊ നമുക്കൊരു ചെറിയ ഗ്ലിച്ച് എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. ബട്ട് അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അടുത്തായിട്ട് ചെയ്യേണ്ടത് അഡ്ജസ്റ്റ്മെന്റ് ലെയറിൽ പോയിട്ട് ഒരു സോളിഡ് ലെയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതിന്റെ കളർ വൈറ്റ് ആക്കി കൊടുക്കുക. ഇനി ചെയ്യേണ്ട കാര്യം ആ സോളിഡ് ലെയറിനെ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഫിൽറ്ററിൽ പോയിട്ട് ഫിൽറ്റർ ഗാലറിക്കകത്ത് സ്കെച്ചിനകത്ത് ഹാഫ് ടോൺ സെലക്ട് ചെയ്യുക. അത് ഡോട്ട് ആയിരിക്കും ഡിഫോൾട്ട് ആയിട്ട് കിടക്കുന്നത്. അത് മാറ്റിയിട്ട് ലൈൻ ആക്കി സെലക്ട് ചെയ്ത് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ആ ലെയറിന്റെ ബ്ലെൻഡിങ് മോഡ് മാറ്റിയിട്ട് സോഫ്റ്റ് ലൈറ്റ് കൊടുക്കുക. ഇപ്പൊ നമുക്ക് ആ ഒരു ഗ്രെയിൻ എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഹാഫ് ടോൺ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഫോർഗ്രൗണ്ട് കളറും ബാക്ക്ഗ്രൗണ്ട് കളറും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കിടക്കുക. ഫോർഗ്രൗണ്ട് കളർ ബ്ലാക്ക് ആണെന്ന് തന്നെ ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഇത് ഹാഫ് ടോൺ കളർ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി അടുത്തതായിട്ട് ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുക. ഒരു ഗ്രേ കളർ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫിൽറ്ററിൽ പോയിട്ട് നോയ്സിനകത്ത് ആഡ് നോയ്സ് കൊടുക്കുക. മോണോക്രോമാറ്റിക് അൺടിക്ക് ചെയ്യുക. ഏകദേശം ഒരു 25 എമൗണ്ട് ഗ്രേ നോയ്സ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇനി അതിന്റെ ബ്ലെൻഡിങ് ഓപ്ഷൻ മാറ്റിയിട്ട് ഓവർലേ ആഡ് ചെയ്യുക. ഇപ്പൊ നമുക്കൊരു ഗ്രെയിൻ എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനിയും ചെയ്യേണ്ട കാര്യം, Alt Shift Control E സെലക്ട് ചെയ്തിട്ട് ഈ ലെയറിനെ എല്ലാം ഒരൊറ്റ ലെയർ ആയിട്ട് മെർജ് ചെയ്യുക. ഇനി ചെയ്യേണ്ട കാര്യം, റെക്ടാങ്കിൾ മാർക്ക് ടൂൾ എടുത്തിട്ട് Ctrl+C Ctrl+V അടിക്കുക. എന്നിട്ട് Ctrl+T അടിച്ചിട്ട് ഇതുപോലെ നിങ്ങൾക്ക് വേണ്ട ഭാഗത്തൊക്കെ ഇതുപോലെ ഗ്ലിച്ച് എഫക്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ കുറച്ച് ഗ്ലിച്ച് എഫക്റ്റ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം, അഡ്ജസ്റ്റ്മെന്റ് ലെയറിൽ പോയിട്ട് കർവ്സ് സെലക്ട് ചെയ്യുക. അതിന്റെ നടുക്ക് മിഡ് ടോൺസിൽ ഒരു പോയിന്റ് സെലക്ട് ചെയ്യുക. ശകലം ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമുക്കൊരു കോൺട്രാസ്റ്റ് എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഏത് ഫോട്ടോയും ഗ്ലിച്ച് എഫക്റ്റ് ആക്കി മാറ്റാൻ പറ്റുന്നതാണ് ഫോട്ടോഷോപ്പിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നവരെ എല്ലാവർക്കും ബൈ.